മെമ്മറി കാർഡ് പോലീസിന് വലിയ തലവേദനയാകുന്നു. കോടതിയിൽ ചെല്ലുമ്പോൾ ഏമാന്മാരെ നിർത്തിപ്പൊരിക്കും. തുമ്പും വാലുമില്ല, മെമ്മറി കാർഡിന് പിന്നാലെ പായുകയാണ് പോലീസ്. എന്നാൽ സഖാക്കൾ അറിയാതെ ആ മെമ്മറി കാർഡ് പുറത്തു പോകില്ലെന്ന വാദം വരുമ്പോഴും പാർട്ടി ആഫീസുകളിൽ ഒന്നും കയറി പരിശോധിക്കാൻ പോലീസിന് ധൈര്യമില്ല. എന്തിന്? മേയറോട് പോലും ആ മെമ്മറി കാർഡ് എവിടെയെന്നൊന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ല. ആകെ മുന്നിലുള്ളത് യദുവും പിന്നെ കണ്ടക്ടറുമാണ്. കണ്ടക്ടർ റഹീമിന്റെ സ്വന്തക്കാരനായതുകൊണ്ട് മൂപ്പരെയും രക്ഷപ്പെടുത്തും. പിന്നെ കുടുക്കാൻ പറ്റിയ ഒരേ ഒരാൾ യദുവാണ്. എന്നാൽ യദുവിന് പിന്നിൽ നിൽക്കുന്നത് ജനങ്ങളും. തലപുകഞ്ഞു നിൽക്കുകയാണ് പോലീസ് ഇപ്പോൾ. വിവാദം മുറുകിയതോടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. മെമ്മറി കാർഡ് ഡ്രൈവർ യദുവാണ് എടുത്തതെന്ന വാദം ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. എന്നാൽ ഇതിന് സാധ്യതയില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം യദു എത്തിയെന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് ബസ് സർവീസിലായിരുന്നു. അതുകൊണ്ട് തന്നെ യദുവിനെ പോലീസിന് സംശയമില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുത്തി തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സമയം എന്നേ അതിക്രമിച്ചതാണ്. കാരണം പലതും വിഴുങ്ങിയും മറക്കേണ്ടത് പലതും മറച്ചുമാണ് തുടക്കം മുതൽ തന്നെ ഈ കണ്ടക്ടർ സംസാരിക്കുന്നത്. അതിന്റെ കൂടെ റഹീം വന്ന് പറയുകയും ചെയ്തു, ഈ കണ്ടക്ടർ എന്റെ നാട്ടുകാരനാണ്, എനിക്കറിയാമെന്ന്. അങ്ങനെ കണ്ടക്ടറെ പൊതിഞ്ഞ് സംരക്ഷിക്കാനുള്ള പലതും ഇട്ടുവച്ചിട്ടുണ്ട് CPM. പിന്നെ പോലീസ് തിരിയേണ്ടത് യദുവിലേക്കാണ് എന്ന് CPM തന്നെ അങ്ങ് പറഞ്ഞു വെച്ചതാണ് കണ്ടക്ടറെ സംരക്ഷിച്ചുകൊണ്ട്. എന്നാൽ കണ്ടക്ടറെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യം വന്നു. അങ്ങനെ നിൽക്കക്കള്ളിയില്ലാതെ വന്നതോടെയാണ് ഇപ്പോൾ കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. മെമ്മറി കാർഡിൽ നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് നൽകിയിരുന്നു. രാജ്യസഭാ MPയും DYFI നേതാവുമായ റഹീമിന്റെ അയൽവാസിയാണ് കണ്ടക്ടർ. മേയറും ഡ്രൈവർ യദുവുമായുള്ള തർക്കത്തിനിടെ റഹീമിനെ കണ്ടക്ടർ വിളിച്ചിരുന്നു. കണ്ടക്ടറെ റഹീം തിരിച്ചും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറെ സംശയ നിഴലിൽ നിൽക്കുന്ന കണ്ടക്ടറെയാണ് പുലർച്ചെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തുകൊണ്ടാണ് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതെന്ന് വ്യക്തമല്ല. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനാണെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. മെമ്മറി കാർഡ് കാണാത്തതിൽ KSRTC തമ്പാനൂർ പോലീസിന് പരാതി നൽകിയിരുന്നു. കണ്ടക്ടർ സുബിന്റെ മൊഴി ഈ കേസിൽ നിർണായകമാണ്. എന്നാൽ KSRTCയും തുടക്കത്തിൽ കാണിച്ചത് ആര്യയെയും സച്ചിനെയും പിന്തുണയ്ക്കുന്ന നിലപാടാണ്. ഈ മെമ്മറി കാർഡ് കാണാതെ പോയ സമയത്തൊന്നും അതിനെക്കുറിച്ച് പരാതിപ്പെടാനോ അല്ലെങ്കിൽ മെമ്മറി കാർഡ് എവിടെയുണ്ടെന്ന് കണ്ടെത്താനോ ശ്രമം KSRTC നടത്തിയില്ല. എന്തിന് ഈ പ്രശ്നം വഷളാകുന്ന സമയത്തും ഇതിൽ CCTV ഉണ്ട് അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മറച്ചുവെച്ചാണ് KSRTC റിപ്പോർട്ട് കൊടുത്തത്. ഇതിന് ശേഷമാണ് KSRTCയിൽ ക്യാമറ ഉണ്ടെന്നുള്ള വിവരങ്ങൾ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ പുറത്തുവിടുന്നത്. ഇതിന് ശേഷമാണ് പോലീസിനോട് പോലും ഇപ്പോൾ ഏറെ വൈകിയാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആര്യയെ സംരക്ഷിക്കാൻ KSRTCയും കളിച്ചിട്ടുണ്ട്. മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങും എത്തിയില്ല. സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ KSRTC ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരങ്ങൾ. ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തും പരിസരത്തും അപ്പോഴും പിറ്റേന്നും ജോലി ചെയ്തവരെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇവരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. സമീപത്തെ എല്ലാ CCTV ദൃശ്യങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്മാർട്ട് സിറ്റി, പോലീസ് എന്നിവരുടെ റോഡുകളിലെ ക്യാമറ ദൃശ്യങ്ങളും ശേഖരിക്കുകയാണ്. ഇവയിൽ ചിത്രം വ്യക്തമാകുമെന്ന് പോലീസ് പറയുന്നു. ഇതിനിടെയാണ് കണ്ടക്ടറിലേക്ക് അന്വേഷണം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. KSRTC ഡിപ്പോയിലെ ക്യാമറയിൽ പിറ്റേന്ന് യദു ബസിന് സമീപത്തു കൂടി പോകുന്ന ദൃശ്യം കണ്ടെത്തിയിരുന്നു. ആ അന്വേഷണം എങ്ങും എത്തിയില്ല. കഴിഞ്ഞ ദിവസം തമ്പാനൂർ പോലീസും മെമ്മറി കാർഡിനെ പറ്റി യദുവിന്റെ മൊഴിയെടുത്തിരുന്നു. യദുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ഉൾപ്പെടെ 5 പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസിന്റെ നോട്ടീസ് വൈകുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം ലഭിച്ചാലേ നോട്ടീസ് അയക്കാവൂ എന്ന് കണ്ടോൺമെന്റ് പോലീസിന് നിർദ്ദേശമുണ്ട്. 2 FIR ആണ് മേയർക്കും കുടുംബത്തിനുമെതിരെ കണ്ടോൺമെന്റ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഒന്നിൽ മാത്രമാണ് ജാമ്യമില്ലാ വകുപ്പ്. മെമ്മറി കാർഡ് മോഷണം അന്വേഷിക്കുന്നത് തമ്പാനൂർ പോലീസാണ്. കണ്ടക്ടർ സുബിൻ DYFI പ്രവർത്തകനാണെന്ന് ഡ്രൈവർ യദു തന്നെ ആരോപിച്ചിരുന്നു. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയത് കണ്ടില്ല എന്നതടക്കമുള്ള കണ്ടക്ടറുടെ മൊഴി നുണയാണ്. മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടറെ സംശയിക്കുന്നതായും ഡ്രൈവർ വ്യക്തമാക്കിയിരുന്നു. കണ്ടക്ടർ ബസിന്റെ മുൻപിൽ തന്നെയായിരുന്നു ഇരുന്നത്. തന്റെ മുമ്പിൽ നിന്നാണ് MLAയെ സഖാവേ എന്ന് വിളിച്ച് എഴുന്നേറ്റ് സീറ്റ് നൽകിയത്. എന്നിട്ട് കണ്ടക്ടർ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പിൻ സീറ്റിലാണ് ഇരുന്നതെന്നാണ്. തന്റെ സഹപ്രവർത്തകനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല.
പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദമാകാൻ കാരണമെന്നും ഇക്കാര്യം നിയമം തെളിയിക്കേണ്ടതാണെന്നും യദു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ മെമ്മറി കാർഡ് പോലീസിന് ഒരു വലിയ തലവേദനയാകുകയാണ്. അത് കണ്ടെത്തിയേ മതിയാകൂ.